കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യാനാണ് കൂടുതൽ സാധ്യത. തീർച്ചയായിട്ടും മോശം അവസ്ഥയിലല്ല ഇപ്പോൾ ഇന്ത്യ മുന്നണി ഉള്ളത്. ഈ സീറ്റ് ഷെയറിംഗ് ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞാൽ തന്നെ വളരെ ശക്തമായ നിലയിലേക്ക് പോകും. അത് പക്ഷേ ഇത്തവണത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2019 മോദിക്കെതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടായിരുന്നു. മോദി മാറണം എന്നൊക്കെ ഒരു വികാരമുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. മോദി വീണ്ടും വരുമെന്നൊരു ഭയം ആളുകൾക്കുണ്ട്. അപ്പോൾ ആ ഭയമുള്ളപ്പോൾ മോദി ഇൻവിൻസിബിൾ അല്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ ജനങ്ങൾക്ക് കോൺഫിഡൻസ് എടുക്കാനുള്ള ചുമതല ഇന്ത്യ സഖ്യത്തിനുണ്ട്. ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും പ്രമുഖ കക്ഷിയായ കോൺഗ്രസിനുണ്ട്. അതിപ്പോൾ നടന്നിട്ടുണ്ടോ? ഇപ്പോൾ നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ന്യായ യാത്ര അത് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അറിയാൻ കഴിയില്ല. കാരണം വെച്ചാൽ മാധ്യമങ്ങൾ അതേപറ്റി ഒരു റിപ്പോർട്ടും തരുന്നില്ല. അവിടെ എത്ര ജനക്കൂട്ടം വരുന്നുണ്ട്, ആളുകളുടെ റെസ്പോൺസ് എന്താണെന്ന് ഒരു മാധ്യമങ്ങളും ഒരു റിപ്പോർട്ടും നൽകുന്നില്ല. അത് അങ്ങനൊരു കോൺഫിഡൻസ് ജനങ്ങൾക്ക്, കാരണം ജനങ്ങൾ ഇത് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ആവശ്യമായ ഒരു കോൺഫിഡൻസ് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിയും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ വേണ്ടത്ര ഇല്ല എന്ന് ഇപ്പോൾ പറയാൻ കഴിയും. നമുക്ക് നോക്കാം, കാത്തിരിക്കാം.